ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ലച്ചു ലച്ചിട്ടി ഫാമിലി എന്ന ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിലേക്ക് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിഷയം രേണുസുതി തന്നെയാണ്. അപ്പോൾ നമ്മുടെ രേണുസുതി ഇപ്പോൾ ഇൻസ്റ്റയിൽ പുതിയ സബ്സ്ക്രിപ്ഷനൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ. ആളുകളെ ഞെട്ടിച്ചു കൊണ്ടാൻ പോലും വരുമാനം വന്നെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. അറിയില്ല, എന്തായാലും പിന്നെ നമ്മൾ ശരിക്കും ഒരു നല്ലൊരു സെലിബ്രിറ്റി ഒക്കെ ആവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആളുകളെ തിരിച്ചറിയാനാവുന്ന ഒന്നില്ലെങ്കിൽ നമ്മൾ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ആളുകൾക്ക് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ കലാപരമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒക്കെയാണ് സാധാരണ ഒരു വ്യക്തികളെ എല്ലാവരും തിരിച്ചറിയുന്നത്. അതുപോലെ തന്നെ നല്ലൊരു സെലിബ്രിറ്റി ആയി മാറുന്നത്. പക്ഷേ അതിൽ വിപരീതമായിട്ടാണ് ഇപ്പോൾ ഓരോന്ന് നടക്കുന്നത്. നെഗറ്റീവിലൂടെ സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ രേണുസുതി, അല്ലേ? നല്ല കാര്യങ്ങൾ കൊണ്ടല്ല. ഇപ്പോൾ രേണുസുതി ഫസ്റ്റത്തെ ഒരു പ്രാവശ്യം നമ്മുടെ സുതി മരിച്ചതിന് ശേഷം ഒരു ചെറിയൊരു പൊട്ടിത്തെറിയും കാര്യങ്ങളൊക്കെ വന്നു. അവിടെ നിന്നിട്ടാണ് രേണുസുതിക്ക് മനസ്സിലായി നെഗറ്റീവ് കൊണ്ട് താൻ ഉയരങ്ങളിലെത്തുമെന്ന് രേണുസുതിക്ക് മനസ്സിലായി. അപ്പോൾ അതിനനുസരിച്ച് ജനങ്ങൾ എത്രത്തോളം അവളെ നെഗറ്റീവ് അടിക്കുന്നു അത്രത്തോളം അവൾ അതിനനുസരിച്ചുള്ള വീഡിയോസ് ചെയ്യാനും ഒക്കെ തുടങ്ങി. അതുകൊണ്ടാണ് ഇന്ന് രേണുസുതി സൈബർ ബുള്ളിങ് നേരിട്ട് കൊണ്ടിരിക്കുന്നത്, അല്ലേ? അല്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പിന്നെ ഇപ്പോൾ ഇൻസ്റ്റയിൽ ഇതൊക്കെ തുടങ്ങി, സബ്സ്ക്രിപ്ഷനൊക്കെ തുടങ്ങി എന്ന് പറയുന്നുണ്ട്. അത് തുടങ്ങി അതിന് കിച്ചു പറയുന്നൊരു വാക്കുണ്ട്. ഞാൻ ചോദിക്കുന്നതല്ല, സ്വന്തം അമ്മയാണെങ്കിൽ തൻ്റെ അമ്മയാണ്, അതായത് രേണുസുതി പ്രസവിച്ച മകനാണ് കിച്ചു എങ്കിൽ തീർച്ചയായിട്ടും ആ മകൻ പറയും, അമ്മ ഇങ്ങനെ ചെയ്യരുത് എന്ന് ആ മകൻ അവിടെ തീർത്ത് പറയും. പക്ഷേ നമ്മുടെ കിച്ചു അതല്ല പറഞ്ഞത്. ഞാൻ പല വീഡിയോയിലും കണ്ടു കിച്ചു പറയുന്നത് അമ്മയ്ക്ക് അമ്മയുടേതായ സ്വാതന്ത്ര്യമുണ്ട്, അപ്പോൾ ഞാനത് പറയുന്നത് ശരിയല്ല, അപ്പോൾ അമ്മയ്ക്ക് അമ്മയുടെ ഇഷ്ടം പോലെ അമ്മ നടക്കട്ടെ എന്നാണ് അവൻ പറയുന്നത്. അതും കൂടി കിട്ടിക്കഴിഞ്ഞപ്പോൾ രേണുസുതി അങ്ങെത്തിപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയായിരുന്നു രേണുസുതി. പക്ഷേ ഇപ്പോൾ ഈ അടുത്തടുത്തായിട്ട് കുറച്ച് വീഡിയോസൊക്കെ കണ്ടപ്പോൾ എനിക്ക് അത് വല്ലാതെ ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് റിയാക്റ്റ് ചെയ്തുകൊണ്ട് വീഡിയോസ് ഇട്ടിട്ടുമുണ്ട്. നല്ല വീഡിയോസും ഇട്ടിട്ടുണ്ട്, റിയാക്റ്റ് ചെയ്ത വീഡിയോസും ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷേ രേണുസുതി അവർക്കിഷ്ടപ്പെട്ടൊരു ഫീൽഡാണ്, അവർക്കിഷ്ടപ്പെട്ട ആ ഒരു വഴിക്കാണ് അവർ പോകുന്നത്, പൊയ്ക്കോട്ടെ, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ എന്തിനാണ് ഈ എടുക്കുന്ന വീഡിയോസൊക്കെ ഈ പോസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നത്? കൂടെ എന്തിനാണ് ഈ ക്യാമറമാനെ കൊണ്ടുപോകുന്നത്? എല്ലാവരും ഒരു സിനിമയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രമോഷന് വേണ്ടി ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ഇടുന്നു. പക്ഷേ ഇത് അവർ ഷൂട്ടിങ് തുടങ്ങി അത് അവസാനിപ്പിക്കുന്നത് വരെയുള്ള വീഡിയോസ് അവർ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് അത്രയും നെഗറ്റീവ് കമൻറ്റ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ രേണുസുതിയുടെ സംസാര രീതികളൊക്കെ മാറി. ഒരു അഹങ്കാരം നിറഞ്ഞൊരു രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. മറ്റേത് ആളുകളോട് കുറേയൊക്കെ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ തിരിച്ച് പറയും. പക്ഷെ പറയുന്നത് ഒരു മാന്യതയോടുകൂടി പറയാമെന്നുണ്ട്. ഈ ജനങ്ങളത് നല്ലൊരു മനസ്സോടുകൂടി സ്വീകരിക്കും. ആ സ്ത്രീയെ പറഞ്ഞിട്ടാണല്ലോ എന്ന് പറയും. സംഭവം ശരി, രേണുസുതിയെ ഞാൻ കുറ്റം പറയുന്നല്ല, ഞാനും ഒരു പെണ്ണാണ്. നാളെ എന്താണ് നമ്മുടെ അവസ്ഥ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവർ വീട്ടിലിരിക്കണമെന്നോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന നെഗറ്റീവ് കമൻ്റ് ഇടുന്ന ആളുകൾ എല്ലാവരും അവൾക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നു, അവൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനൊന്നും ആർക്കും പറ്റില്ല. പക്ഷേ ജനങ്ങൾ പ്രതികരിക്കുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവളുടെ ഈ ഒരു മോശമായ വീഡിയോസ് വരുമ്പോൾ ഇനി അങ്ങനെ ചെയ്യരുത്, നല്ല രീതിക്ക് പോയാലും രേണുസുതിക്ക് നല്ലൊരു പേര് കിട്ടും, അതിന് വേണ്ടി തിരുത്താൻ വേണ്ടിയിട്ടാണ് ജനങ്ങൾ പറയുമ്പോൾ. അപ്പോൾ അത് പറയുമ്പോൾ ഡബിൾക്ക് ഡബിള് ചെയ്യാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ തിരുത്താനും പറ്റില്ല, തിരുത്തി ബാക്കോട്ട് കൊണ്ടുവരാനും പറ്റില്ല. അവളായി അവളുടെ പാടായി. എനിക്ക് പറയാനുള്ള, ദയവ് ചെയ്ത് ആരും അവൾക്കെതിരെ നെഗറ്റീവ് കമൻ്റായിട്ട് പോവാതിരിക്കുകയാണ് നല്ലത്. അതായിരിക്കും ഏറ്റവും നല്ലൊരു കാര്യം. കാരണം രേണുസുതി ഉള്ളത് കൊണ്ട് ഒരുപാട് പേർക്ക് കണ്ടൻറ്റ് കിട്ടുന്നുണ്ട്, എനിക്കടക്കം കണ്ടൻറ്റ് കിട്ടുന്നുണ്ട്. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു വീഡിയോസ് കാണുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അതേക്കുറിച്ച് പ്രതികരിച്ചു പോകും. അപ്പോൾ രേണുസുതി നല്ലൊരു ഫീൽഡ് തന്നെയാണ്, അത് നല്ല രീതിക്ക് മുന്നോട്ട് പോട്ടെ, വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വരാതിരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരു പെണ്ണിനെ കുറ്റം പറയുന്നത് ശരിയുള്ള കാര്യമല്ല, അതൊക്കെ എനിക്കറിയാം. പക്ഷേ നല്ല രീതിക്ക് നല്ല നല്ല വീഡിയോസൊക്കെ ചെയ്ത് നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് മുൻപോട്ട് നല്ലൊരു ഉയരങ്ങളിലെത്തട്ടെ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ.
ഓക്കെ, ബൈ ബൈ.